ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10ലെ കെമിസ്ട്രി ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. 9th സ്റ്റാൻഡേർഡിലെ പീരിയോഡിക് ടേബിളിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വലിയൊരു ലെസൺ ആയതുകൊണ്ട് നമുക്ക് 3-4 ക്ലാസ്സുകളായിട്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കാം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മൂലക ആറ്റങ്ങൾ കൊണ്ടാണ്. മൂലകങ്ങളെ അവയുടെ രാസഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചിരിക്കുന്ന പട്ടികയാണ് പീരിയോഡിക് ടേബിൾ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ കഴിഞ്ഞ ദിവസത്തെ പീരിയോഡിക് ടേബിളിന്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മുടെ മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ മേന്മകൾ ചർച്ച ചെയ്യുന്ന ഭാഗത്ത് മെൻഡലിയേഫിന്റെ പേര് അറിയാതെ 1-2 തവണ ഒന്ന് മിസ്റ്റേക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയുകയാണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. അത് കൊണ്ടുവന്നത് മോസ്ലിയാണ്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോ ആദ്യം മെൻഡലിയഫ്, ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയഫ് ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂലകങ്ങളെയൊക്കെ ക്രമീകരിച്ച് ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരുന്നു. അതിന് കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികളെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് മോസ്ലി മോഡേൺ പീരിയോഡിക് ടേബിളുമായിട്ട് രംഗത്ത് വന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ആ ഒരു പാർട്ട് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. പിന്നീട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. ലാസ്റ്റ് കമന്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കമ്മിങ് ബാക്ക്. മൂലക ആറ്റങ്ങളുടെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം എഴുതാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മഗ്നീഷ്യം ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതാനായിട്ട് പോകുന്നത്. മഗ്നീഷ്യത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ മഗ്നീഷ്യത്തിന്റെ എങ്ങനെയാ എഴുതുക? 12 അല്ലേ? ആറ്റോമിക നമ്പർ 12 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2, 8, 2, 2, 8, 2 എന്ന് എഴുതാം. ഓക്കെ, 2, 8, 2. ഈ മൂലകത്തിൽ ഇലക്ട്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത് 3 ഓർബിറ്റുകളിൽ. അപ്പോൾ ഷെല്ലുകളെ തന്നെയാണ് എന്ത് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർക്ക, ഓർബിറ്റ്. ഓർബിറ്റൽ വേറെയാണ്, ഇത് ഓർബിറ്റ്. ഓക്കെ, ഇപ്പൊ ഷെല്ലുകളെയാണ് എന്ത് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇവയിൽ ഏറ്റവും ഊർജം കുറഞ്ഞ ഓർബിറ്റ് ഏതാണ്? ഈ 3ാമത്തെ ഓർബിറ്റിനായിരിക്കും ഏറ്റവും ഊർജം കുറവ്. ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഓർബിറ്റ് ഏതാണ്? 3ാമത്തെ ഓർബിറ്റ് ആണ്, അല്ലെങ്കിൽ 3ാമത്തെ ഷെല്ലാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും ഊർജം കൂടിയ ഓർബിറ്റ് ഏതായിരിക്കും? ന്യൂക്ലിയസിനോട് ചേർന്ന് കിടക്കുന്ന ഈ 2 ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള ഓർബിറ്റ് ആയിരിക്കും ഏറ്റവും ഊർജം കൂടിയ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ബോർ മാതൃക അനുസരിച്ച് ഓർബിറ്റുകൾക്ക് നിശ്ചിത ഊർജമുണ്ടെന്നും അതിനാൽ അവ സ്ഥിരോർജ നിലകൾ എന്ന് അറിയപ്പെടുന്നുവെന്നും നമ്മൾ പഠിച്ചതാണ്. സ്ഥിരോർജ നിലകൾ എന്താണ്? സ്ഥിരോർജ നിലകൾ. ബോർ മാതൃക അനുസരിച്ച് ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റലിന് എന്തുണ്ട്? ഓർബിറ്റ് എന്നാണ് കേട്ടോ. അത് എപ്പോഴെങ്കിലും മാറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഷെല്ലിന് പറയുന്ന മറ്റൊരു പേരാണ് ഓർബിറ്റ് എന്നുള്ളത്. ഇപ്പൊ ബോർ മാതൃക അനുസരിച്ച് ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് നിശ്ചിത ഊർജമുള്ളതിനാൽ അവയെ അറിയപ്പെടുന്നത് സ്ഥിരോർജ നിലകൾ അല്ലെങ്കിൽ സ്റ്റേഷനറി എനർജി ലെവൽ എന്നാണ്. സ്റ്റേഷനറി എനർജി ലെവൽ. ഓക്കെ, ഇനി ബോർ ആറ്റം മാതൃകയ്ക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. അത് പിന്നീടുള്ള പഠനങ്ങളൊക്കെ ഈ പരിമിതികൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കി. പിന്നീട് ലൂയി ദി ബ്രോയി, നോക്കിയേ, ലൂയിസ് ഡി ബ്രോഗ്ലി എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ മലയാളത്തിൽ കണ്ടോ? ലൂയി ദി ബ്രോയി എന്നാണ്. അപ്പൊ നമുക്ക് ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പഠിക്കാം. അപ്പൊ അദ്ദേഹം ദ്രവ്യത്തിന് തരംഗ സ്വഭാവമുണ്ട്, ദ്രവ്യത്തിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. ദ്രവ്യത്തിന് തരംഗ സ്വഭാവമുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. PYQ ആണ്. അതിസൂക്ഷ്മ കണങ്ങൾക്ക് ഈ തരംഗ സ്വഭാവം തള്ളിക്കളയാനാകാത്ത വിധം പ്രാധാന്യം അർഹിക്കുന്നു. അപ്പൊ ലൂയിസ് ഡി ബ്രോഗ്ലി കണ്ടെത്തുകയാണ് എന്ത്? ബോർ മോഡലിന്റെ പരിമിതികളൊക്കെ അദ്ദേഹം കണ്ടെത്തി. കൂടാതെ അദ്ദേഹം പറഞ്ഞത് ദ്രവ്യത്തിന് തരംഗ സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലെയുള്ള അതിസൂക്ഷ്മ കണങ്ങളെയും ഈ കാര്യത്തിൽ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്? കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉണ്ട് എന്ന് പിന്നീട് ലൂയിസ് ഡി ബ്രോഗ്ലി കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോണുകൾ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും പ്രദർശിപ്പിക്കുന്നു എന്ന് ശാസ്ത്രലോകം ഇദ്ദേഹം കണ്ടെത്തി. ഇദ്ദേഹത്തിന്റെ കണ്ടെത്തൽ പിന്നീട് ശാസ്ത്രലോകം അംഗീകരിച്ചു. ഹെയ്സൻബർഗ്, മറ്റൊരു വ്യക്തിയാണ് ഹെയ്സൻബർഗ്.
ഈ NCERT-യിലൊക്കെ പറയുന്നത് ലൂയിസ് ഡി ബ്രോഗ്ലിയും ഹെയ്സൻബർഗും കൂടെ ചേർന്നിട്ടാണ് ബോർ മോഡലിന്റെ പരിമിതികളൊക്കെ പഠിച്ചത് അല്ലെ കണ്ടെത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഹെയ്സൻബർഗിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അല്ലെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് അതിവേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു സബാറ്റോമിക് കണികയുടെ സ്ഥാനവും പ്രവേഗവും ഒരേ സമയം കൃത്യതയോടെ നിർണ്ണയിക്കാനായിട്ട് സാധ്യമല്ല. അതായത് തരംഗ കണിക, ദ്വൈത സ്വഭാവം, അനിശ്ചിതത്വ സിദ്ധാന്തം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത ഓർബിറ്റിൽ ചലിക്കുന്ന കണമായി മാത്രം ഇലക്ട്രോണിനെ പരിഗണിക്കാനായിട്ട് സാധ്യമല്ല എന്ന് ഹെയ്സൻബർഗ് അദ്ദേഹത്തിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് ബോർ ആറ്റം മാതൃകയുടെ ഒരു പരിമിതിയായി കണക്കാക്കുന്നു. ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ദ്രവ്യത്തിന് തരംഗ സ്വഭാവമുണ്ട്, വേവ് നേച്ചർ ഉണ്ട് എന്ന് ലൂയിസ് ഡി ബ്രോഗ്ലി കണ്ടെത്തി. അപ്പൊ അതിസൂക്ഷ്മ കണങ്ങളായിട്ടുള്ള ഇലക്ട്രോൺ പോലെയുള്ള അതിസൂക്ഷ്മ കണങ്ങൾക്കും എന്തുണ്ട്, തരംഗ സ്വഭാവമുണ്ട്. അപ്പൊ അതിന്റെ തരംഗ സ്വഭാവവും അല്ലെങ്കിൽ തരംഗ സ്വഭാവം കൂടാതെ തന്നെ കണികാ സ്വഭാവവും ഉണ്ട് അല്ലെ. ഇലക്ട്രോണുകൾക്ക് കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ സ്വഭാവത്തെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല, അതുകൂടി കൺസിഡർ ചെയ്യണം. അപ്പോഴാണ് ഹെയ്സൻബർഗ് പറയുന്നത് അതിവേഗത്തിലാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിവേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു സബ് ആറ്റോമിക കണികയുടെ സ്ഥാനവും പ്രവേഗവും ഒരേ സമയം കൃത്യതയോടുകൂടി നിർണ്ണയിക്കാനായിട്ട് സാധ്യമല്ല. ഇതാണ് അനിശ്ചിതത്വ സിദ്ധാന്തം അല്ലെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മുന്നോട്ട് വെച്ചത് ആരാണ്? ഹെയ്സൻബർഗ് ആണ്. ഹെയ്സൻബർഗ്. ഓക്കെ. അപ്പോൾ അതനുസരിച്ച് ഒരു നിശ്ചിത ഓർബിറ്റലിൽ ചലിക്കുന്ന കണം മാത്രമായിട്ട് ഇലക്ട്രോണിനെ നമുക്ക് പരിഗണിച്ച്, അല്ലെങ്കിൽ അത് എത്ര ചെറുതാണ്, അതൊരു ഷെല്ലിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഓർബിറ്റിൽ മാത്രം ചലിക്കുന്നതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബോർ ആറ്റം മാതൃക അനുസരിച്ച് എന്താണ്, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളിൽ സഞ്ചരിക്കുന്ന അല്ലെ ഒരു നിശ്ചിത പാതയിൽ സഞ്ചരിക്കുന്നവയാണ് ഇലക്ട്രോൺ എന്നാണ് ബോർ ആറ്റം മാതൃകയിൽ പറയുന്നത്. പക്ഷെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ ഹെയ്സൻബർഗ് പറഞ്ഞത് അങ്ങനെയാണ്, അതിവേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു സബ് ആറ്റോമിക കണിക, ആ കണികയുടെ എന്താണ് സ്ഥാനവും പ്രവേഗവും ഒരേ സമയം കൃത്യതയോടുകൂടി നിർണ്ണയിക്കാനായിട്ട് സാധ്യമല്ല. അപ്പൊ അതനുസരിച്ച് എന്താണ്, നിശ്ചിതമായിട്ടുള്ള ഒരു ഓർബിറ്റിൽ ചലിക്കുന്ന കണമായി മാത്രം നമുക്ക് ആരെ പരിഗണിക്കാൻ പറ്റില്ല, ഇലക്ട്രോണിനെ പരിഗണിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതാണ് ബോർ ആറ്റം മാതൃകയുടെ ആദ്യത്തെ ഒരു പരിമിതിയായിട്ട് പറയുന്നത്. ഇനി ദ്രവ്യത്തിന്റെ ദ്വൈത സ്വഭാവവും അനിശ്ചിതത്വ സിദ്ധാന്തവുമായി പൊരുത്തപ്പെടുന്ന ആറ്റം മാതൃക ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് രൂപപ്പെടുകയാണ്. അപ്പോൾ ദ്രവ്യത്തിന്റെ ദ്വൈത സ്വഭാവം എന്ന് പറയുമ്പോൾ രണ്ട് സ്വഭാവങ്ങൾ. ഏതൊക്കെയാണ് രണ്ട് സ്വഭാവങ്ങൾ? വേവ് നേച്ചർ അല്ലെ, വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും, കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. അപ്പൊ ദ്രവ്യത്തിന്റെ കണികാ സ്വഭാവവും അതുപോലെ തന്നെ എന്താണ് തരംഗ സ്വഭാവവും പിന്നെ നമ്മുടെ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെടുന്ന ആറ്റം മാതൃക ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു. അപ്പൊ എന്തായി ക്വാണ്ടം മെക്കാനിക്സ്? ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ സാധ്യത പരമാവധിയുള്ള മേഖലകളുണ്ട്. അത്തരത്തിലുള്ള സാധ്യത ഏറിയ മേഖലകളെയാണ് എന്ത് പറയുക, ഓർബിറ്റലുകൾ എന്ന് പറയുക. ഓർബിറ്റലുകൾ എന്ന് പറയുക. അപ്പൊ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർബിറ്റ് എന്ന് പറയുന്നത് ഷെല്ലായിരുന്നു അല്ലെ, ഷെല്ല്. അതായത് ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഈ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത പാതയിൽ ഇങ്ങനെ കറങ്ങുന്നതെന്ന് പറഞ്ഞു. ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ്. ഇവിടെ പറഞ്ഞ എന്താണ്? ദ്രവ്യത്തിന്റെ ദ്വൈത സ്വഭാവവും അതുപോലെ ഹെയ്സൻബർഗിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തവുമായി പൊരുത്തപ്പെടുന്ന ആറ്റം മാതൃക വന്നപ്പോ, അതായത് ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയപ്പോ അതിൽ പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ പരമാവധി സാധ്യതയുള്ള മേഖലകൾ ഉണ്ടെന്നാണ്. അത്തരത്തിലുള്ള മേഖലകളെയാണ് എന്ത് പറയുന്നത്? ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓർബിറ്റ് വേറെയാണ്, ഓർബിറ്റലുകൾ വേറെയാണ്. ഓർബിറ്റലുകൾ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ പരമാവധി സാധ്യതയുള്ള മേഖലയാണ് ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഓർബിറ്റലുകളിലൂടെയും ഇലക്ട്രോണുകളുടെയും സവിശേഷതകൾ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ് ക്വാണ്ടം നമ്പറുകൾ. ഒന്നുകൂടെ നോക്കാം. ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക, അതായത് ദ്രവ്യത്തിന്റെ ദ്വൈത സ്വഭാവവും അനിശ്ചിത സിദ്ധാന്തവും ഒക്കെയായി പൊരുത്തപ്പെടുന്ന മാതൃക, അതാണ് ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓർബിറ്റലുകളുടെയും ഇലക്ട്രോണുകളുടെയും സവിശേഷതകൾ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യയാണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ.
അപ്പോ ഈ ക്വാണ്ടം നമ്പർ തന്നെ 2-3 തരത്തിലുണ്ട്. അപ്പൊ അതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തേത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. പിന്നെ വരുന്നത് മൂന്നാമത്തെയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അങ്ങനെ 3 തരത്തിലുള്ള ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആദ്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, ഷെല്ലുകളെ അഥവാ മുഖ്യ ഊർജ നിലകളെ അല്ലെങ്കിൽ ഓർബിറ്റുകളെ പ്രതിനിധീകരിക്കാൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ് എൻ എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്നിന് നമുക്ക് 1, 2, 3, 4 എന്ന നമ്പേഴ്സ് കൊടുക്കാം. ഓക്കെ, ഷെല്ലുകളെ അല്ലെങ്കിൽ മുഖ്യ ഊർജ നിലകളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ഇത് 1, 2, 3, 4. അതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ എൻ എന്നത് 1 ആണ് വാല്യൂ എങ്കിൽ ഷെൽ ഏതാണ്? കെ ഷെല്ലാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് എൽ ഷെല്ലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി 3 ആണെങ്കിൽ അത് എം ഷെല്ലാണ്, 4 ആണെങ്കിൽ എൻ ഷെല്ലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ ഷെല്ലുകളെ അഥവാ മുഖ്യ ഊർജ നിലകളെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ഷെല്ലുകളെ അല്ലെങ്കിൽ മുഖ്യ ഊർജ നിലകളെ. അപ്പൊ ഓർത്തേക്ക, ഷെല്ല് KLMN പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, 2, 3, 4 എന്ന രീതിയിലാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് നോക്കുന്നത്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ നോക്കേ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മൾ എൽ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എൽ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ എൽ ഓർബിറ്റലിന്റെ ത്രിമാന ആകൃതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഓർബിറ്റലിന്റെ ത്രിമാന ആകൃതിയെയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, നിശ്ചിത ത്രിമാന ആകൃതിയിലുള്ളതും വ്യത്യസ്ത ദിശകളിലേക്ക് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ ഓർബിറ്റലുകളെ ചേർത്ത് സബ്ഷെല്ലുകളായി പരിഗണിക്കാം. ഓരോ ഷെല്ലുമായി ബന്ധപ്പെട്ട സബ്ഷെല്ലുകളെ പ്രതിനിധീകരിക്കാനും അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നു. നോക്കിയേ, സബ്ഷെല്ലുകളെ നമുക്ക് SP, D, F എന്നീ പ്രതീകങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാം. അപ്പോ ഒരു നിശ്ചിത ഷെല്ലിലെ സബ്ഷെല്ലുകളുടെ എണ്ണം n-ന്റെ മൂല്യത്തിന് തുല്യമാണ്. L-ന്റെ വില 0 ആയാൽ n-1 വരെ ആയിരിക്കും. അതായത് n-ന്റെ വിലയുടെ അടിസ്ഥാനത്തിൽ L-ന്റെ വില നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ നോക്കാം, n=1 എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n 1 ആണ് എന്നുണ്ടെങ്കിൽ L എത്രയായിരിക്കും? n-1 ആയിരിക്കും. അതായത് 1 - 1 0 ആയിരിക്കും. ഇനി n2 ആണെങ്കിൽ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? L=2 വാല്യൂ വരും, 0ഉം 1ഉം വരും. ഓക്കെ അല്ലേ? പിന്നെ L-ന്റെ വാല്യൂ 0 എന്നത് S സബ്ഷെല്ലിനെയും L-ന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് P സബ്ഷെല്ലിനെയും സൂചിപ്പിക്കുന്നു. ക്ലിയർ? അപ്പൊ നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് വരാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ അത് K ഷെല്ലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ L-ന്റെ വാല്യൂ അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അടുത്തത്, ഷെല്ല് L ഷെല്ലാണെങ്കിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണെങ്കിൽ L-ന്റെ വാല്യൂ 0ഉം 1ഉം 2 വാല്യൂസ് ആണ് വരുന്നത്. 0 എന്ന് പറയുന്നത് S സബ്ഷെല്ലിനെയും 1 എന്ന് പറയുന്നത് P സബ്ഷെല്ലിനെയാണ് കാണിക്കുന്നത്. ഇനി M ഷെല്ല് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണെങ്കിൽ L-ന്റെ വാല്യൂ 0 മുതൽ 2 വരെ ആയിരിക്കും. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ പറയുന്നുണ്ടോ? n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ n-ന്റെ വാല്യൂ എന്നത് 1 ആണെങ്കിൽ L-ന്റെ വാല്യൂ 0 ആയിരിക്കും. n-ന്റെ വാല്യൂ 2 ആണെങ്കിൽ L-ന്റെ വാല്യൂ 0ഉം 1 വരെ ആകാം. ഓക്കെ, ഇനി n-ന്റെ വാല്യൂ 3 ആണെങ്കിൽ L-ന്റെ വാല്യൂ 0 മുതൽ 2 വരെ ആകാം. അതായത് 2 എന്ന് കാണിക്കുന്നത് SP, D എന്ന് പറയുന്ന 3 സബ്ഷെല്ലുകളെയാണ്. ഇനി n-ന്റെ വാല്യൂ 4 ആണെങ്കിൽ 0 മുതൽ 3 വരെ ആയിരിക്കും L-ന്റെ വാല്യൂസ്. SP, D, F എന്ന സബ്ഷെല്ലാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സബ്ഷെല്ലിന്റെ ബോക്സിലേക്ക് വരാം. സബ്ഷെല്ലുകളെ SP, D, F എന്നീ പ്രതീകങ്ങൾ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നത് മൂലകങ്ങളുടെ ആറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ്.
അപ്പൊ എസ് സബ്ഷെൽ, ഇവിടെ എസ് എന്ന് സൂചിപ്പിക്കുന്നത് ഷാർപ്പാണ്. പി പ്രിൻസിപ്പൽ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെന്റൽ. നോക്കിയേ, എസ് സബ്ഷെല്ലിൽ കാണപ്പെടുന്ന ഒരേ ഒരു ഓർബിറ്റലിന് ഗോളാകൃതിയാണ് ഉള്ളത്. കണ്ടോ? അപ്പോൾ എന്താണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്? ഇലക്ട്രോൺ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യതയുള്ള മേഖലകളെയാണ് എന്ന് പറയുന്നത് ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. അപ്പൊ എസ് സബ്ഷെല്ലിൽ കാണപ്പെടുന്ന ഒരേ ഒരു ഓർബിറ്റലിന് ഗോളാകൃതിയാണ് ഉള്ളത്. അപ്പൊ എസിനാണെങ്കിൽ എന്താണ്? ഗോളാകൃതിയാണ് ഉള്ളത്. ഇനി പി സബ്ഷെല്ലിലെ 3 ഓർബിറ്റലുകൾക്ക് ഡംബലിന്റെ ആകൃതിയാണ് ഉള്ളത്. കണ്ടോ? പി എക്സ്, പി വൈ, പി സെറ്റ് എന്ന് പറയുന്ന 3 ഓർബിറ്റല്, 3 ഓറിയന്റേഷനിൽ കൊടുത്തിരിക്കുന്ന ഓർബിറ്റലുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 3 സബ്ഷെല്ലിലെ പി സബ്ഷെല്ലിലെ 3 ഓർബിറ്റലുകൾക്ക് ഡംബലിന്റെ ആകൃതിയാണ്. അപ്പൊ എസിന് ഗോളാകൃതി, പി സബ്ഷെല്ലിന് ഡംബൽ ആകൃതി, ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റല്. അപ്പൊ ഈ ഡി സബ്ഷെല്ലിലെ 5 ഓർബിറ്റലിന്റെയും എഫ് സബ്ഷെല്ലിലെ 7 ഓർബിറ്റലുകളുടെയും ആകൃതി കൂടുതൽ സങ്കീർണമാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ എസ്, പി, ഡി, എഫ് സബ്ഷെല്ല്, എസ് സബ്ഷെല്ലാണെങ്കിൽ ഗോളാകൃതിയാണ്, പി സബ്ഷെല്ലാണെങ്കിൽ ഡംബൽ ആകൃതിയാണ് വരുന്നത്. ഡംബൽ ആകൃതി. അപ്പോ നമുക്ക് മനസ്സിലായി ഓർബിറ്റലുകളുടെ അല്ലെങ്കിൽ ഈ ഡി സബ്ഷെല്ല് അതുപോലെ തന്നെ എഫ് സബ്ഷെല്ല്. അപ്പൊ ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകളുണ്ട്, എഫ് സബ്ഷെല്ലില് 7 ഓർബിറ്റലുകളുണ്ട്. അപ്പൊ അവയുടെ ആകൃതി എന്ന് പറയുന്നത് കുറച്ചുകൂടി സങ്കീർണമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മളുടെ NCERT +1 +2 ക്ലാസ്സുകളിൽ കുറച്ചുകൂടി അധികമായിട്ട് ഇതിന്റെയൊക്കെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഷേപ്പ് ഒന്ന് നോക്കാം. എസ് ഷാർപ്പ്, പി പ്രിൻസിപ്പൽ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെന്റൽ. എസ് എന്ന് പറയുമ്പോൾ അത് ഗോളാകൃതിയാണ് കാണിക്കുന്നത്. പി ആണെങ്കിൽ അവിടെ എന്താണ്? ഡംബൽ ആകൃതിയായിരിക്കും വരുന്നത്. അപ്പോ എല്ലിന്റെ വാല്യൂസ് എന്ന് തന്നാൽ എല്ലിന്റെ വാല്യൂസ് കണ്ടെത്താനായിട്ട് നമുക്കറിയാം അല്ലെ? അപ്പൊ നോക്കിയേ, എല്ലിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ 1 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നിന്റെ വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ n വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. എന്നിന്റെ വാല്യൂ 1 ആണ് നമുക്ക് തരുന്നതെന്ന് വെക്കാം. എന്നിന്റെ വാല്യൂ 1 ആണ് നമുക്ക് തരുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് കെ ഷെല്ലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കെ ഷെല്ലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അതാണല്ലോ എല്ലിന്റെ വാല്യൂ എത്ര വരും? 0 വരുള്ളൂ. ഓക്കെ, എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 0 ആയിരിക്കും, n-1 ആയിരിക്കും. അപ്പൊ അത് ഏത് സബ്ഷെല്ലിനെയാണ് കാണിക്കുന്നത്? എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് സബ്ഷെല്ലിനെയാണ് കാണിക്കുന്നത്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിക്കാം. പിന്നെ വരുന്നത് എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് എൽ ഷെല്ലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് 2 വാല്യൂസ് വരെ വരാം, 0-ഉം 1-ഉം. ഓക്കെ, 0 ആണെങ്കിൽ അത് എസ് സബ്ഷെല്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, 1 ആണെങ്കിൽ അത് പി സബ്ഷെല്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നിന്റെ വാല്യൂ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലിന്റെ വാല്യൂ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്തത് എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് എം ഷെല്ലിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ എല്ലിന്റെ വാല്യൂസ് 0 മുതൽ 2 വരെ പോകാം. 0 ആണെങ്കിൽ അത് എസ് സബ്ഷെല്ല്, 1 ആണെങ്കിൽ അത് പി സബ്ഷെല്ല്, 2 ആണെങ്കിൽ അത് ഡി സബ്ഷെല്ല്. ഇനി അടുത്തത് എന്നിന്റെ വാല്യൂ 4 ആണെങ്കിലോ അത് എൻ ഷെല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. KLMN എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എൻ ഷെല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലിന്റെ വാല്യൂയോടെ പറയുമ്പോൾ പോവാം. ഇത് ഈ ഒരു എന്നിനേക്കാൾ 1 കുറയാം, 0 മുതൽ 1 കുറഞ്ഞത് വരെ. അപ്പൊ 0 to 3 വരെ നമുക്ക് പോകാം. 0, 1, 2, 3. 0 ആണെങ്കിൽ എസ് സബ്ഷെല്ല്, 1 ആണെങ്കിൽ പി സബ്ഷെല്ല്, 2 ആണെങ്കിൽ ഡി സബ്ഷെല്ല്, 3 ആണെങ്കിൽ എഫ് സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? ഈസി ആയല്ലേ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ എം, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എം എന്ന പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു ഓർബിറ്റൽ ഓറിയന്റേഷൻ. ഓർബിറ്റൽ ഓറിയന്റേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എം വാല്യൂ കണ്ടെത്തുന്നത്. ഓക്കെ, ഓർബിറ്റൽ ഓറിയന്റേഷൻ വരുന്ന വ്യത്യാസത്തെ പ്രതിനിധീകരിക്കുന്ന ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇനി ഈ എല്ലിന്റെ വില അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമുക്ക് അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? എം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ ഇക്വേഷൻ 2l+1 എന്നുള്ളതാണ്. അപ്പൊ എല്ലിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് അത് 2l+1 എന്ന ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എമ്മിന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോ എല്ലിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ് നമ്മൾ പഠിച്ചു. അസിമുത്തൽ ക്വാണ്ടം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ് നമ്മൾ പഠിച്ചു. അപ്പൊ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ
2l+1 ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എല്ലിന്റെ വാല്യൂ 0, 2 × 0 + 1, അപ്പൊ എമ്മിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. അതായത് എസ് ഓർബിറ്റലിന് ഒരു ഓറിയന്റേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എല്ലിന്റെ വാല്യൂ 0 കൊടുത്തു, 0 കൊടുത്തപ്പോൾ നമുക്ക് എമ്മിന്റെ വാല്യൂ 1 എന്ന് കിട്ടി. എമ്മിന്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എമ്മിന്റെ വാല്യൂ 1 ആണെങ്കിൽ എസ് ഓർബിറ്റലിന് ഒരു ഓറിയന്റേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിലേക്ക് പോവാം. ഇവിടെ നോക്കിയേ, എന്നിന്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട് 1. അത് കെ ഷെല്ലാം നമുക്കറിയാം, അത് സബ് ഷെല്ലാന്നും അറിയാം. ഓർബിറ്റലുകളുടെ എണ്ണം 1 ആണ്. ആകെ ഓർബിറ്റൽ വരുന്നത് എത്ര തന്നെയാണ്? 1 ആണ്. ഓക്കെ, അപ്പോ 2l + 1 എന്ന വാല്യൂലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെ, എം കാണാൻ വേണ്ടിയിട്ട്. ഇനി നോക്കിയേ, ഇനി അടുത്തത് എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് 2l+1 എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? 3 എന്ന് കിട്ടും. അതായത് എമ്മിന് അപ്പൊ 3 വിലകൾ വരുമെന്നുള്ളതാണ്. അതായത് 3 വ്യത്യസ്ത ഓറിയന്റേഷനിലുള്ള p ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും. ഇനി എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ 5 വിലകൾ കിട്ടും. 5 വില. ഓക്കെ, എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ 5 വിലകളായിരിക്കും കിട്ടുക. 2 × 2 4 + 1 5. അങ്ങനെയെങ്കിൽ ഡി ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും. എത്ര ഡി ഓർബിറ്റൽ ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. 5 ഉണ്ടായിരിക്കും, അല്ലെ? ഇത്തരത്തിൽ എഫ് ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടെത്തുക. എഫ് ഓർബിറ്റലുകളുടെ എണ്ണം എത്രയായിരിക്കും? 7 വാല്യൂസ് ആയിരിക്കും വരിക. കണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഓക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു. എൽ അനുസരിച്ച് മാത്രമാണ് നമുക്ക് എമ്മിന് വാല്യൂ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. 2l+1 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസ് കണ്ടെത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കിട്ടിയാൽ അത് ഉപയോഗിച്ചിട്ട് അസിമുതൽ ക്വാണ്ടം നമ്പർ കണ്ടെത്താൻ പഠിച്ചു. അസിമുതൽ ക്വാണ്ടം നമ്പർ അറിഞ്ഞാൽ അതനുസരിച്ച് എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടെത്താനായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്കൊന്ന് എഴുതാം, അതായിരിക്കും നല്ലത്. ഓക്കെ, എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ എത്രയായിരിക്കും? എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × l+1 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ എത്രയാ വരിക? 1 ആണ് വരിക, അല്ലെ? ഇനി അടുത്തത് എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് m = ഏതൊക്കെയായിരിക്കും? 3 വാല്യൂസ്, 3 വിലകളായിരിക്കും വരിക. 3 വിലകൾ. ഓക്കെ, 3 വിലകളായിരിക്കും വരിക. ഇനി അടുത്തത് എല്ലാണ് കേട്ടോ, ടൈപ്പ് ചെയ്ത് മാറിയതാണ്. L. ഓക്കെ, 3 വിലകള്. ഇനി അടുത്തത് എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ എമ്മിന് എത്ര വിലകൾ വരും? 2l+1 ആണ്. അപ്പൊ 2 × 2 + 1, 5 വിലകളായിരിക്കും വരിക. 5 വിലകൾ, 5. ഓക്കെ, ഇനി എല്ലിന്റെ വാല്യൂ 3 ആണെങ്കിലോ? എല്ലിന്റെ വാല്യൂ 3 ആണെങ്കിൽ എമ്മിന് 2 × 3 + 1, 7 വിലകൾ വരും. മനസ്സിലാവുന്നുണ്ടോ? ഇനി അപ്പൊ ആകെ ഓർബിറ്റലുകളുടെ എണ്ണം വരുന്നത് കെ ഷെല്ലിൽ 1, എൽ ഷെല്ലിൽ 4, എം ഷെല്ലിൽ 9, എൻ ഷെല്ലിൽ 16 എന്ന രീതിയിലായിരിക്കും. ഇനി ഓരോ ഷെല്ലിലുമുള്ള ആകെ ഓർബിറ്റലുകളുടെ എണ്ണം n² ആണ്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 1² n² ചെയ്യുക. 1² 1 ആണ്. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് 2² ചെയ്യുക. അപ്പൊ 4 വന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഉണ്ട്? 3² 9 ആയി. നാലാമത്തെ ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? n² അല്ലെ, 4² 16. ഓക്കെ അല്ലെ? ഈ ഒരു പോയിന്റ്, ഓരോ ഷെല്ലിലുമുള്ള ആകെ ഓർബിറ്റലുകളുടെ എണ്ണം n² ആയിരിക്കും. ഈ ഒരു ചോദ്യം നമ്മളുടെ ലാസ്റ്റ് UPSCക്ക് വന്നതാണ്, പക്ഷെ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുണ്ടായത് കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി അടുത്തത്, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. 2n². ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n². ഓരോ ഷെല്ലിലുമുള്ള ആകെ ഓർബിറ്റലുകളുടെ എണ്ണം n² ആയിരിക്കും.
ഈ 2 പോയിന്റും വൃത്തിയായിട്ട് പഠിക്കണം. ഓരോ ഷെല്ലിലുള്ള അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിലുള്ള ആകെ ഓർബിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് n² ആയിരിക്കും. അതുപോലെ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതറിയാവുന്ന കാര്യമല്ലേ, മാറിപ്പോകരുത്, രണ്ടും പഠിച്ചു വെക്കുക. ഓരോ ഷെല്ലിലുമുള്ള ആകെ ഓർബിറ്റലുകളുടെ എണ്ണം n² ആയിരിക്കും. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2n² എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി K ഷെല്ലിലെ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? K ഷെല്ലില് ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കറിയാം. K ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളും? 2 × 1² ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. K ഷെൽ എന്ന് പറയുന്ന ആദ്യത്തെ ഷെല്ലാണ്, എന്നിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 2 × 1² എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം 2. K ഷെല്ലിലെ ആകെ ഓർബിറ്റലുകളുടെ എണ്ണം, K ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. K ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചാണ്. ഒരു ഓർബിറ്റലാണ് ഉള്ളത്. അതെങ്ങനെയാ? n² എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ 2n²/n² ആണ് എന്ത്? K ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. K ആണെങ്കിലും L ആണെങ്കിലും M ആണെങ്കിലും N ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കാട്ടോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തന്നിരിക്കുന്നു. K, L, M, N തന്നിട്ടുണ്ട്. 1, 2, 3, 4 വാല്യൂസ്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? 2n² എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ K ഷെല്ലിൽ 2 × 1² 2. ഇനി L ഷെല്ലിൽ 2 × 2² 8. 3 ഷെല്ലിൽ, മൂന്നാമത്തെ ഷെല്ലിൽ 2 × 3² 18. നാലാമത്തെ ഷെല്ലില് 2 × n² 32 എന്ന് കിട്ടി. 2, 8, 18, 32 എന്ന രീതിയിലാണ് K, L, M, N ഷെല്ലുകളിൽ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി Nന്റെ വാല്യൂ 1 ആണെങ്കിൽ Lന്റെ വാല്യൂ എവിടെ തുടങ്ങണം എന്നാണ് നമ്മൾ പഠിച്ചത്? 0യിൽ തുടങ്ങണം അല്ലേ. ഇനി Nന്റെ വാല്യൂ 2 ആണെങ്കിൽ Lന് 2 വാല്യൂസ് ഉണ്ടായിരിക്കും, 0യും 1ഉം. ഓക്കെ, ഇനി Nന്റെ വാല്യൂ 3 ആണെങ്കിൽ Lന് 3 വാല്യൂസ് ഉണ്ടായിരിക്കും, 0യിൽ തുടങ്ങി 2 വരെ. ഇനി Nന്റെ വാല്യൂ 4 ആണെങ്കിൽ Lന് 4 വാല്യൂസ് ഉണ്ടായിരിക്കും, 0 മുതൽ 3 വരെ. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി Lന്റെ വാല്യൂ 0 ആണെങ്കിൽ അവിടെ ഒരു സബ്ഷെല്ലേ ഉള്ളൂ, S സബ്ഷെല്ല്. Lന് 2 വാല്യൂസ് ഉണ്ടെങ്കിൽ അവിടെ 2 സബ്ഷെല്ലുണ്ട്, എസും പിയും. 0യും 1ഉം വരുമ്പോൾ എസും പിയും സബ്ഷെല്ല്. ഇനി M ഷെല്ലില് Lന് 3 വാല്യൂസ് ഉണ്ട്, 0, 1, 2 എന്ന് പറയുന്നതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ 0 എസിനെ കാണിക്കുന്നു, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി. ഇനി അടുത്തത് Lന് 4 വാല്യൂസ് വരുന്ന കേസ് എപ്പോഴാ? Nന്റെ വാല്യൂ 4 ആകുമ്പോൾ Lന് 0 മുതൽ 3 വരെ 4 വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ 0യിലാണെങ്കിൽ എസ്, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്. ഇനി ഓർബിറ്റലുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, n² ആണ് ചെയ്യേണ്ടത്, n². ഓർബിറ്റലുകളുടെ എണ്ണം നോക്കിയേ, 1² 1. ഇനി ഓർബിറ്റലുകളുടെ എണ്ണം 2² 4, മൊത്തം 4 വരും. അപ്പൊ അതിൽ ഒരു എസും ഒരു പിയും ആണ്. അപ്പൊ 1, 3 എന്ന രീതിയിൽ വരും. ഓക്കെ, ഇനി 3² ചെയ്യുമ്പോൾ നമുക്കറിയാം 9 ആണെന്ന് അറിയാം. 9 ആവുമ്പോൾ എസ്, പി, ഡി 1, 3, 5 എന്ന രീതിയിൽ വരും. പിന്നെ 4² 16 ആണ്. അപ്പൊ എസ് സബ്ഷെല്ലിൽ 1, പിയില് 3, ഡിക്ക് 5 വാല്യൂ വരും, എഫിന് 7 വാല്യൂ വരുമെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പൊ ഓരോ ഷെല്ലിലെയും പരമാവധി ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ n² എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ 2n² എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഓരോ ഓർബിറ്റലിലും പരമാവധി വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 2l+1 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് അറിയുന്ന കാര്യമാണ് 2l+1 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ഇനി അടുത്തത് ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. നമുക്കറിയാം എസ് സബ്ഷെല്ല് ആണെങ്കിൽ അവിടെ 2, എസ് സബ്ഷെല്ലിൽ 2,
പി സബ്ഷെല്ലിൽ 6, പി സബ്ഷെല്ലിൽ 6, ഡി സബ്ഷെല്ലിൽ 10, എഫിൽ 14. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എസിൽ 2 എണ്ണേ ഉണ്ടാവുള്ളൂ, മാക്സിമം 2 എണ്ണാണ്. പിയിലാണെങ്കിൽ അത് 6 എണ്ണമായിട്ട് മാറും, അതുപോലെ ഡിയിലാണെങ്കിൽ 10 എണ്ണമായിട്ട് മാറും, എഫിലാണെങ്കിൽ 14 എണ്ണമായിരിക്കും ഉണ്ടാവുക, 14 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. തൊട്ടടുത്ത ക്ലാസ് മുതൽ നമുക്ക് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇനി ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ സൂചിപ്പിക്കണം കേട്ടോ. അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്കും കൂടി എത്തിക്കുക. പിന്നെ ടെലഗ്രാം ചാനലിലേക്കും കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എക്സാംസ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയ് ഓൺവേർഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പെയ്ഡ് LP-UP ബാച്ചിലേക്ക് അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനും അതിന്റെ അപ്ഡേഷൻസും ഒക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.